ഞാൻ കരുണേനെ കുറിച്ചാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ഈ കരുണേരെ വർഷമായപ്പോൾ കരുണേനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കുറേ ദാനപ്രവൃത്തി ചെയ്യണം, അങ്ങനെ കുറേയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനെക്കുറിച്ചൊരു ഡെപ്തായിട്ട് എനിക്ക് കൂടുതൽ അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു കരുണ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപങ്ങളെ പരിഗണിക്കാതെ ഒഴുകുന്ന ഒന്നാണ് കരുണ എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ പാപങ്ങളൊന്നും പരിഗണിക്കാതെ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ എങ്ങനെയാണ് സംഭവം കിട്ടണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം അടുത്ത സെഷനിലായാലും തന്നെ ബ്രദർ പറഞ്ഞു കൃപ ലഭിക്കണമെങ്കിൽ വിശ്വാസം വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൃപ ലഭിക്കണമെങ്കിൽ വിശ്വാസം വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കരുണ ലഭിക്കണമെങ്കിൽ വിശ്വാസം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു, ഇതിപ്പോൾ എങ്ങനെ കിട്ടും, അത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമായി എനിക്ക്. പക്ഷേ ഇന്ന് അത് ശരിക്കും എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല, എന്താ സംഭവം എന്ന് കിട്ടിയില്ല. പക്ഷെ ഇന്ന് കാലത്ത് ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് റഹാമിം, അതായത് അമ്മയുടെ ഗർഭം എന്ന് പറഞ്ഞൊരു സംഭവം. അത് ശരിക്കും ഞാൻ ബയോളജി പഠിച്ചതാണ്, ഫിസിക്സ് ആയിരുന്നു. അപ്പം ആ സബ്ജക്റ്റ് ബയോളജി പെട്ടെന്ന് കിട്ടും. അപ്പം ബ്രദർ പറഞ്ഞ സംഭവം ഒരു കൊച്ച് കൺസീവ് ആകുമ്പം ഉദരത്തിലായി കഴിയുമ്പം അത് അവിഹിതമാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉണ്ടായി കഴിയുമ്പം ആ കൊച്ചിന് ഇപ്പം ബ്ലഡ് വരുന്നതും വാട്ടർ വരുന്നതും ആ കൊച്ചിൻ്റെ അനുവാദത്തോടെ അല്ല. മീൻസ് ആ കൊച്ചു ഇത് അറിയുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് വിശ്വാസമൊന്നുമില്ല. ഞാൻ കൺസീവ് ആയി കഴിയുമ്പം എനിക്ക് എൻ്റെ മമ്മി പാല് തരും, അല്ല മീൻസ് ബ്ലഡ് തരുന്നു, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ അവനത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ ആ ലൈഫ് സ്റ്റിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ശരിക്കും ആ ഒരു സംഭവത്തിന് ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം ബ്രദർ പറഞ്ഞൊരു വഴി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അതിലൂടെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നു. എനിക്ക് ഭയങ്കര ഒരു ഇൻസൈറ്റ് ആയിരുന്നു. ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ആ ഒരു ഡൗട്ടിനെ മാറ്റി. അപ്പം ബ്രദർ പറഞ്ഞു ഡൗട്ട് പറഞ്ഞ് ആരുള്ളവർക്ക് മാറുവാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നിയൊരു ചിന്തയായിരുന്നു. താങ്ക് യു.